കറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നു. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കുന്നു. ഇത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിംഗ് ഇച്ചിരി കിട്ടും കണ്ടോ. പക്ഷേ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് വെച്ചത്. കാരണം ആ ഗമ്മിൻ്റെ പിടുത്തം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ എത്രത്തോളം സ്പേസ് അവിടെ കിടപ്പുണ്ടെന്നുള്ളത് കണ്ടോ. ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇരുത്താൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താവും, ഡിസ്പ്ലേ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യുമ്പം ഡിസ്പ്ലേ ഒന്നും കൂടി താഴെ പ്രസ്സിങ് കിട്ടും. അതിന് പ്രസ്സിങ് കിട്ടുമ്പം എന്താണ് ഏറ്റവും കൂടുതൽ വരുന്നത്, വൈറ്റ് ഡോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓട്ടോ ടച്ച് ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും വരാതിരിക്കുകയും വേണം, നമ്മൾ ടൈറ്റ് ചെയ്യുകയും വേണം. കൂടെ ഇതിൻ്റെ ഓണർ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഞാനിത് ആ റബ്ബർ ബാൻഡ് അവിടെ ടൈറ്റ് ചെയ്ത് ആദ്യമായിട്ടാണ് ഞാൻ 3 വട്ടം കറക്കിയിട്ടേക്കുന്നത്. അത്രയും ടൈറ്റ് ചെയ്താണ് അവിടെ ഇട്ടേക്കുന്നത്. അടുത്ത് റബ്ബർ ബാൻഡ് എപ്പോഴും ഇടുന്നതിനെക്കാട്ടിലും ഇച്ചിരി അധികം തന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ സീറ്റിങ്ങിന് വേണ്ടി മാത്രം. അപ്പോൾ അതാണ്ടേ അടുത്ത് ക്രോസ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത റബ്ബർ ബാൻഡ് ടൈറ്റ് ചെയ്താണ് ഇടുന്നത്. ഞാനിപ്പം ടൈറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. എന്നാലും ഓവർ ടൈറ്റുകൾ വേറെ എവിടെയും